തിരികെ വാർത്തകളിലേക്ക്. തൃശൂർ കുന്നംകുളത്ത് വീണ്ടും പോലീസ് മർദ്ദനമെന്ന ആരോപണം. കുന്നംകുളം പോലീസിനെതിരെ CPM ഏരിയ കമ്മിറ്റി രംഗത്തെത്തി. കുന്നംകുളം SI വൈശാഖും മറ്റു പോലീസുകാരും വഴിയരികിൽ കൂടി നിന്നവരെ മർദ്ദിച്ചു എന്നാണ് പരാതി. CPM ബ്രാഞ്ച് സെക്രട്ടറിയെ ഉൾപ്പെടെ 6 പേർക്ക് മർദ്ദനമേറ്റു. കൂടുതൽ വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, തൃശൂർ കുന്നംകുളത്ത് വീണ്ടും പോലീസ് മർദ്ദനമെന്നുള്ള ആരോപണം ഉയരുകയാണല്ലോ. എന്തായിരുന്നു സംഭവിച്ചത്? എന്തായാലും കുന്നംകുളത്ത് പള്ളിപ്പെരുന്നാളിന് ശേഷം പ്രദേശത്ത് കൂടി നിന്ന CPM പ്രവർത്തകരെയും അതേപോലെ തന്നെ CPMന്റെ ലോക്കൽ കമ്മിറ്റി ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണവുമായിട്ടാണ് CPM രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് കുന്നംകുളത്ത് നേരത്തെ കോൺഗ്രസ് പ്രവർത്തകനായിട്ട് മർദ്ദനമേറ്റിരുന്നു. ഈ സമയത്തെല്ലാം ഇതിനെ തള്ളിപ്പറയുകയും ഈ പോലീസ് മർദ്ദനമില്ല എന്ന് ആവർത്തിച്ച് അവകാശപ്പെടുകയും ചെയ്തിരുന്ന CPM തന്നെയാണ് കുന്നംകുളത്ത് ഗുണ്ടാ പോലീസ് എന്നൊരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. കുന്നംകുളത്തെ SI വൈശാഖും മറ്റ് പോലീസുകാരും വഴിയരിയിൽ കൂടി നിന്ന് തങ്ങളുടെ നേതാക്കളെ അടക്കം മർദ്ദിച്ചു എന്നൊരു ആരോപണമാണ് CPMന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ CPM ഇതിൽ പറയുന്നത് ഈ കുന്നംകുളത്തെ ഈ വൈശാഖ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരവുമായിട്ട് രംഗത്തെത്തുമെന്നാണ് ഈ CPM അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അടക്കം പരാതി നൽകുമെന്നും CPMന്റെ ഏരിയ കമ്മിറ്റി അറിയിച്ചിരിക്കുകയാണ്. കുന്നംകുളം പോലീസിനെതിരെ തുടർച്ചയായിട്ടുണ്ടാകുന്ന പരാതികളാണ്. ആദ്യം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നെങ്കിൽ ഇപ്പോൾ അത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിക്ക് അടക്കം മർദ്ദനമേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.